നരേന്ദ്രമോദി 15 ലക്ഷം രൂപ വീതം ഇന്ത്യക്കാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ പ്രസംഗം താങ്കൾ പല മാധ്യമങ്ങളിലും താങ്കൾ തന്നെ നേരിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാനത് ആ ടേപ്പിനെ ഒരു ചുരുക്കം ഒരു 10-15 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ ഇഷ്യൂ റേസ് ചെയ്തപ്പോൾ ഒരു BJP സ്പോക്സ്മാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇയാൾക്ക് ഹിന്ദി മനസ്സിലാവാതെയാണോ ഇത് പറഞ്ഞത്. സോ ഐ പ്രസന്റഡ് ദ ടേപ്പ്. ആ ടേപ്പിനെ ഞാൻ ക്ലോസ്ലി എക്സാമിൻ ചെയ്തപ്പോൾ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഇസ് വെരി സ്ട്രേഞ്ച്. ഐ മീൻ ഐ തോട്ട് മൈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിന്ദി വാസ് ഗുഡ്. വിദേശത്ത് ഇത്ര ബ്ലാക്ക് മണി ഉണ്ട്, അത് നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സിൽ 15 ലക്ഷം വെക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ്, അല്ലാതെ നിങ്ങൾക്ക് 15 ലക്ഷം തരാന്നല്ല. I can spread that money and give it to. There is enough of money. നിങ്ങൾ പറയാണ്. Right. നമുക്ക് നോക്കാം. Please. ये चोर लुटेरों से एक रुपया वापस लेना चाहिए. इस रुपयों पर जनता का अधिकार है कि नहीं है? ये रुपया जनता के काम आना चाहिए. अरे एक बार ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, उसने भी हम रुपये ले आए ना, तो भी हिंदुस्तान के एक गरीब आदमी को मुफ्त में 15-20 लाख रुपए यूं ही मिल जाएगा. That's it. Money that is there, നിങ്ങളുടെ പോക്കറ്റിലുള്ള അത്ര പൈസ ഉണ്ടെങ്കിൽ ഇത്ര ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. I went through this tape for God knows 15 times to get to the meaning of it. താങ്കൾ വി വി രാജേഷ് അടക്കമുള്ള BJPയുടെ അന്നത്തെ പ്രതിനിധികളെ താങ്കൾ പറഞ്ഞത് ശരിയാ, പക്ഷെ അയാൾ പറഞ്ഞത് ശരിയാണ്. അയാൾ പറഞ്ഞത് എന്താണ്? അയാൾ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ തെളിയിക്കാൻ നോക്കിയത് ഈ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഞാൻ തെറ്റി. കാരണം പ്രൈം മിനിസ്റ്റർ ഐ ടുഡേ assert that I was wrong and I have the capacity to tell you that I am wrong because after hearing it 10 times